ഇന്നലെയുള്ള കാര്യമായ ഒരു വാർത്ത എന്ന് പറയുന്നത് മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന് മലക്കം മറച്ചിൽ എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, മുനമ്പം ഭൂമി വിഷയം വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന തർക്കമാണ് കുറച്ച് ദിവസങ്ങളായി കേരളത്തിലെ പത്രമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ല. അദ്ദേഹം തുടക്കം മുതൽ തന്നെ യാതൊരുവിധ രേഖയും നോക്കാതെ, യാതൊന്നും ചിന്തിക്കാതെ തന്നെ അദ്ദേഹം പൊടുന്നനെ ഒരു പ്രസ്താവന അങ്ങ് നടത്തുകയായിരുന്നു. അത് വഖഫ് ഭൂമിയൊന്നുമല്ല, അവിടെയുള്ള താമസക്കാർ, ഇതൊക്കെ CPIM ഒരു കളികളാണെന്ന്. എന്നാൽ കൃത്യമായി നമുക്കറിയാം, കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെയും തീരുമാനമെടുത്തത് അത് മുനമ്പം വഖഫ് ഭൂമി തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ പറവൂർ കോടതിയും, അതുപോലെ ഈ വിഷയം ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതിയും, അതുപോലെ തന്നെ നിസാർ കമ്മീഷനും ഈ വിഷയത്തിൽ ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന് ഔദ്യോഗികമായി കണ്ടെത്തിയതും പ്രസ്താവന നടത്തിയതുമാണ്. അപ്പൊ അത്തരത്തിൽ ഇത്തരം നമ്മുടെ രാജ്യത്തെ കോടതി ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾക്കറിയാം, ഒരു ഭൂമി, തൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമി ആരെങ്കിലും വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് മടങ്ങപ്പെടും. അത് ആരാണോ കൈകാര്യം ചെയ്യുന്നത്, ഇപ്പം പള്ളി ആണ് വഖഫ് ചെയ്തതെങ്കിൽ പള്ളിയുടെ കമ്മിറ്റി അതിൻ്റെ മുത്തവല്ലിയായി, നടത്തിപ്പുകാരായി വരുമെന്നല്ലാതെ അതിൻ്റെ ഉടമസ്ഥാവകാശം ഇവർക്കാർക്കുമില്ല. അത്തരത്തിൽ ഒരു ഭൂമി വഖഫ് ചെയ്തപ്പോൾ ആ ഭൂമി ഇവിടെ മറിച്ചു വിൽക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും തന്നെ അത് വഖഫ് അല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിനോ മറ്റാളുകൾക്കോ ഇല്ല. ഇസ്ലാമിൽ ഇതിൻ്റെ നിയമമാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, നമ്മുടെ രാജ്യത്തെ നിയമം വെച്ചും നമുക്കറിയാം, രാജ്യത്തെ നിയമപ്രകാരവും ഈ വഖഫ് ചെയ്ത ഭൂമി അത് വഖഫായി തന്നെ നിലനിൽക്കുകയും അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ഇവിടുത്തെ ഹൈക്കോടതിയും അതുപോലെ നിസാർ കമ്മീഷനും പറവൂർ കോടതിയൊക്കെ പറയുന്നു ഇത് വഖഫ് ഭൂമി തന്നെയാണെന്ന്. നമ്മുടെ സർക്കാരും പറയുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ലെന്ന്. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാടാണെന്നും അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ അവിടെ നിന്നുള്ള വോട്ട് കുറഞ്ഞു പോകുമോ എന്ന ഭയമാണ് അദ്ദേഹത്തെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ എന്തിനാണ് ഒരു മലക്കം മറച്ചിൽ? സമുദായ പാർട്ടിക്ക് എന്തിനാണ് ഇതിലൊരു ആശയക്കുഴപ്പം? ഇവിടെ നമുക്കറിയാം, മുസ്ലിം സംഘടനകളായ ഇരു സമസ്തകളും, കാര്യമായ ഇരു സമസ്തയുടെ നേതാക്കളും അവരുടെ പത്രങ്ങളിൽ ഔദ്യോഗികമായി അവർ ലേഖനം എഴുതിയതാണ്. അവരുടെ എഡിറ്റോറിയൽ പേജിൽ മുനമ്പം വഖഫ് ഭൂമി തന്നെ എന്ന് കൃത്യമായി അവർ പറഞ്ഞതാണ്. എന്നാൽ എല്ലാവരും ഇവിടെ പറയുന്നത് അത് വഖഫ് ഭൂമി തന്നെയാണെങ്കിലും അവിടെയുള്ള ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ഒരു നിമിഷം അവിടുന്ന് ഇറക്കി വിടുകയും അങ്ങനെ യാതൊന്നും അറിയാത്ത ആ പാവപ്പെട്ട ആളുകളെ തെരുവിലേക്ക് ഇറക്കുന്നത് ശരിയായ നിലപാടല്ല. സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് അവർക്ക് കൃത്യമായി ഒരു പാർപ്പിട സൗകര്യം ഏർപ്പെടുത്തിയതിന് ശേഷമാണ് ഇതിൽ പരിഹാരം കാണേണ്ടത് എന്നാണ് എല്ലാ മുസ്ലിം സംഘടനകളും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട് UDF എന്ന നിലക്ക് മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കേണ്ട ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ചെറിയ വിഭാഗമായ ക്രിസ്ത്യാനികളുടെ വോട്ട് ലക്ഷ്യം വിട്ടുകൊണ്ട് അവിടെ ഇതൊരു പരസ്യമായി ഇത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുകയും അതിനോട് ചുക്കാൻ പിടിക്കുന്ന രീതിയിൽ മുസ്ലിം ലീഗിലെ ചില ആളുകൾക്ക് നിൽക്കേണ്ടി വരികയും ചെയ്യുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ദിവസം KM ഷാജി വളരെ ശക്തമായ ഒരു നിലപാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനൊടുക്ക് പറയുകയുണ്ടായി. മുനമ്പത്ത് വഖഫ് ഭൂമി തന്നെയാണ്. മുസ്ലിം ലീഗിന് ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നത് കേട്ടു. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു നയമില്ല. എന്നാൽ ഇത് പറഞ്ഞത് മുതൽ കുഞ്ഞാലിക്കുട്ടി പറയുന്നു, ആരെങ്കിലുമൊക്കെ പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല, സാദിഖ് അലി തങ്ങൾ പറയുന്നതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. സാദിഖ് അലി തങ്ങളോട് ഈ പത്രക്കാർ ഈ വിഷയത്തിൽ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ചോദിക്കുമ്പോൾ അത് മുമ്പ് ഞങ്ങൾ പറഞ്ഞിരുന്നു, അതാണ് നിലപാട്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, മുസ്ലിം സംഘടനകൾ തീരുമാനമെടുത്താണ്, ആ നിലപാടിൽ മാറ്റങ്ങളൊന്നുമില്ല. എന്നാൽ കൃത്യമായി സാദിഖ് അലി തങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല മുനമ്പം വഖഫ് ഭൂമി ആണെന്ന്. എന്തുകൊണ്ട്?
സമുദായ പാർട്ടി എന്ന് പറയുമ്പോഴും ഈ സമുദായത്തിനകത്ത് വരുന്ന ഒരു വിഷയങ്ങളെ, അല്ലെങ്കിൽ ഈ സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നമുക്കറിയാം, ഇത് ചില ആളുകൾ ഇതൊരു മതങ്ങൾ തമ്മിലുള്ള, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള പ്രശ്നമായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഫാസിസ്റ്റ് ശക്തികൾ ചിലപ്പോഴൊക്കെ അവിടെ ഇവിടെയും പോയി ആ ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ അത് വഖഫായി പോകുമെന്നും ഇത്തരം കിരാതമായ നിയമങ്ങൾ എടുത്തു കളയണമെന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ പ്രസംഗം വിജയം കാണുന്ന രീതിയിലേക്കുള്ള തീരുമാനങ്ങളാണ് മുസ്ലിം ലീഗിനകത്ത് നിന്ന് പോലും ഭയപ്പാടോടുകൂടെ ഉണ്ടാവുന്നതെന്ന് നിർഭാഗ്യവശാൽ പറയേണ്ടി വരികയാണ്. നമുക്കറിയാം, ഇവിടെയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിയമമാണ് ഇന്ത്യയിലെ വഖഫ് ഭൂമി നിയമം എന്ന് പറയുന്നത്. അതാരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് അടിമകളാവേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ശക്തികൾക്ക് നമ്മൾ അടിമയാകേണ്ട ആവശ്യം യാതൊരു രീതിയിലുമില്ല. ഇതൊരു സാമുദായിക വിഷയമേ അല്ല, രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമേ അല്ല. എന്നാൽ ഇത് അങ്ങനെയായി ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ വിജയിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒത്താശ ചെയ്യുന്നതും വളരെ നിർഭാഗ്യകരമാണ്. ഇവിടെ നമുക്കറിയാം, എൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമി ആരെങ്കിലുമൊക്കെ കയ്യേറി കഴിഞ്ഞാൽ അതിനിവിടെയുള്ള നിയമം എന്താണ്? അവിടെ കാലങ്ങളായി കയ്യേറുകയും അവിടെ ഒരുപാട് താമസക്കാർ വരികയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഭൂമി എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ അതിന് നിയമ പോരാട്ടം നടത്തിയാൽ രാഷ്ട്രീയക്കാർ ആരുടെ പക്ഷത്ത് നിൽക്കണം? അവിടെ താമസിക്കുന്ന കയ്യേറി നിൽക്കുന്നവരുടെ ആളുകളുടെ കൂടെയാണോ? ഒരിക്കലുമല്ല. രാജ്യത്തെ നിയമം പറയുന്നു ഇത് വഖഫ് ഭൂമിയാണെന്ന് രാജ്യത്തെ നിയമം പറയുകയാണെങ്കിൽ തീർച്ചയായും ആ വഖഫ് ഭൂമി അവരിൽ നിന്ന് കയ്യേറി അതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് അത് കൈമാറേണ്ടതാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു ഭൂമി തർക്കമാണ്. ഇതൊരു സമുദായങ്ങൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ ജാതികൾ തമ്മിലുള്ളതോ മറ്റോ ഉള്ള ഒരു പ്രശ്നമേ അല്ല. ഇത് ഒരു ഭൂമി തർക്കമാണ്. ഫറൂഖ് കോളേജിന് വർഷങ്ങൾക്ക് മുമ്പ് ഹെക്ടർ കണക്കിന് ഭൂമി വഖഫായി ഫറൂഖ് കോളേജിന് അതിൻ്റെ വരുമാനം എടുക്കുന്ന രീതിയിൽ വഖഫ് ചെയ്ത് ഭൂമി കൊടുത്തു. എന്നാൽ നമുക്കറിയാം, പുത്തൻവാദികൾ മുജാഹിദുകൾ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഫറൂഖ് കോളേജ് വർഷങ്ങൾക്ക് ശേഷം വളരെ രമ്യമായ രീതിയിൽ അത് മറിച്ചു വിൽക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന് പലപ്പോഴും അവരുടെ ആശയത്തിൽ ഒരു 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 ഭയപ്പാടോടുകൂടെ കാര്യങ്ങളെ സമീപിക്കേണ്ടി വരുന്നത് ഈ കേരളത്തിലെ പുത്തൻവാദികളായി മുജാഹിദുകളെ തലയോടി പോകേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളിലാണ്. ഇവിടെ പുത്തൻവാദികൾ കേരളത്തിലെ പല വഖഫ് ഭൂമികളും വഖഫ് ചെയ്ത പള്ളികൾ പിടിച്ചെടുക്കുകയും അതുപോലെ വഖഫ് ഭൂമികൾ കയ്യേറ്റം ചെയ്യുകയും മറിച്ചു വെക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന പ്രവണതയാണ്. അവർക്ക് സക്കാത്ത് മറിക്കാം, സക്കാത്ത് ഫണ്ടിൽ നിന്ന് ഇസ്ലാമിൻ്റെ നിയമപ്രകാരമല്ലാതെ ഉപയോഗിക്കാം, എല്ലാം ചെയ്യാൻ പറ്റുന്ന അവർ മീറ്റിംഗ് കൂടി കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന ഒരു മതനിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള സുന്നികൾക്ക്, യാഥാസ്ഥികർ എന്നിവിടെ വിളിക്കപ്പെടുന്ന സുന്നികൾക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും പറ്റില്ല. മുസ്ലിം ലീഗ് പലപ്പോഴും കെണിയുന്നതും കുടുങ്ങുന്നതും ഈ പുത്തൻവാദികളുടെ ചില പ്രവർത്തനങ്ങളെ താങ്ങി നിർത്തേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളിലാണ്. ഇവിടെ ഫറൂഖ് കോളേജ് നിയമപരമായിട്ടല്ലാതെ അന്യായമായി വഖഫ് ചെയ്ത ഭൂമി മറിച്ചു വിറ്റു. അതാണ് ഇവിടുത്തെ മെയിൻ വിഷയം. അപ്പം ഫറൂഖ് കോളേജ് ഇത് രംഗത്ത് വന്നുകൊണ്ട് ഇതിലെ മെയിൻ പ്രതി എന്ന് പറയുന്നത് ഫറൂഖ് കോളേജും അതിൻ്റെ കമ്മിറ്റിയുമാണ്. ആരാണോ ഇത് മറിച്ചു വിറ്റത് അവരാണ് ഇതിൻ്റെ ഉത്തരവാദി. അവിടെ ഇപ്പോൾ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവർ ഇതിൽ നിരപരാധികളാണ്. അവർക്ക് കൃത്യമായി മറ്റൊരു സ്ഥലം കണ്ടെത്തി അവിടെ താമസിപ്പിക്കേണ്ട ബാധ്യത ഇപ്പോൾ ഫറൂഖ് കോളേജിനാണ്. കാരണം ഇതിൽ തെറ്റുകാരെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളല്ല, ഫറൂഖ് കോളേജാണ്. അങ്ങനെ ഈ ഭൂമിയുടെ വിഷയത്തിൽ വഖഫ് ഭൂമി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി അത് ഇവിടുത്തെ രാജ്യത്തെ നിയമത്തിനനുസരിച്ച് കണ്ടെത്തുകയും അവിടെയുള്ള താമസക്കാരെ അവർക്ക് കൃത്യമായി താമസ സൗകര്യം ഒരുക്കി ഇതിൽ പരിഹരിക്കേണ്ടത് ഇവിടുത്തെ ഗവൺമെൻറ്റാണ്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഇവിടെ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഈ കാര്യങ്ങൾ അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും ഒക്കെ സർക്കാർ നിയമിച്ചിട്ടുണ്ട്. ഇതിനൊന്നും കാത്തു നിൽക്കാതെയാണ് ചില പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ ഇത് മുനമ്പം ഭൂമിയല്ലെന്ന് 4 വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു വലിയ സമുദായത്തെയും ഒരു രാജ്യത്തെ ഒരു വലിയ നിയമത്തെയും ഒക്കെ കാറ്റിൽ പറത്തി യാതൊരു വിലയും നൽകാതെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മയൊക്കെ വേദനിപ്പിക്കുന്നത്.
ഏതായാലും ഇവിടെ ഒരു ഈ മുസ്ലിം ലീഗ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലപ്പോഴും അവർ പറയും ഇത് രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയാണ്, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള എന്തൊക്കെയോ ന്യായങ്ങൾ പറയും. ഇത് തികച്ചും ഫറൂഖ് കോളേജ് കുറ്റക്കാരായ ഒരു വിഷയമാണിത്. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വഖഫ് ഭൂമി കണ്ടെത്തുകയും അവിടെ താമസിക്കുന്ന ആളുകളെ മാറി താമസിപ്പിക്കുകയും ചെയ്ത് പരിഹരിക്കേണ്ട ഒരു വിഷയത്തെ ഇത്തരത്തിൽ വഖഫ് ഭൂമിയല്ലെന്നും മറ്റുമൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നത അഭിപ്രായങ്ങൾ ഉണ്ടാക്കുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇതൊരു സ്ഥല ഉടമസ്ഥ അവകാശ തർക്കമാണ്. ഈ തർക്കത്തെ ഗവൺമെൻറ് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പറയുകയും ഇത് വഖഫ് ഭൂമിയാണെന്ന് ആരെയും ഭയപ്പെടാതെ സമുദായ പാർട്ടി പറയാൻ സന്നദ്ധരാകുകയും ചെയ്യുക എന്നുള്ളതാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.